ഹായ്. വരാനിരിക്കുന്ന റെയിൽവേ എക്സാംസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇവിടം തൊട്ട് റെയിൽവേ എക്സാംസിന്റെ ഒരു സീരീസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന് മുമ്പ് റെയിൽവേ എക്സാംസിൽ റെയിൽവേയുടെ RPF-ന്റെയും കോൺസ്റ്റബിളിന്റെ SI-യുടെയും അതേപോലെ തന്നെ NTPC അങ്ങനെയുള്ള ALP ഉള്ള അങ്ങനെയുള്ള പല റെയിൽവേ എക്സാംസിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി വരാനിരിക്കുന്ന ഒരു റെയിൽവേ എക്സാംസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിന്റെ ഫസ്റ്റ് സെഷൻ ആണ് ഇത്. ആൻഡ് കമ്മിങ് ഡേയ്സിൽ ഇതിന്റെ റിമൈനിങ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് വഴി നിങ്ങൾക്ക് ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാനും വരാനിരിക്കുന്ന എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനും ആ ക്വസ്റ്റ്യൻസിന്റെ ഫോർമാറ്റ് മനസ്സിലാക്കാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ നമുക്ക് ഡയറക്ട്ലി ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ആ ക്വസ്റ്റ്യൻസിനെ എങ്ങനെ വർക്കൗട്ട് ചെയ്യാം, എങ്ങനെ പെട്ടെന്ന് ചെയ്യാം, എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ള കൺസെപ്റ്റ്സ് നമുക്കൊന്ന് നോക്കാം. So first question നമ്മുടെ മുമ്പിലുണ്ട്. If the sum and the difference of two numbers are 20 and 8 respectively, then find the difference of their squares എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് പറഞ്ഞിരിക്കുന്നത് രണ്ട് നമ്പേഴ്സ്, അതിന്റെ രണ്ട് അൺനോൺ നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് 20 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് 8 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് ചോദിക്കുന്നത് അതേ നമ്പേഴ്സിന്റെ സ്ക്വയറിന്റെ ഡിഫറൻസ് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ കൈൻഡ് ഓഫ് നമുക്ക് A² - B² എന്താണെന്നാണ് ചോദിക്കുന്നത്. സോ നമുക്ക് രണ്ട് നമ്പേഴ്സ് ഇവിടെ നിന്ന് കണ്ടുപിടിച്ച് സോൾവ് ചെയ്തതിനു ശേഷം അതിലേക്ക് വാല്യൂ ഇട്ട് കൊടുത്ത് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. മോസ്റ്റ് ഓഫ് ദി മെജോറിറ്റി ഓഫ് ദി ആൾക്കാരും അങ്ങനെ തന്നെ ആയിരിക്കും ആ ക്വസ്റ്റിനെ സോൾവ് ചെയ്യുന്നത്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അതിനെ അല്ലാതെ സോൾവ് ചെയ്യാം. എങ്ങനെ? A² - B² എന്ന് പറഞ്ഞാൽ നമുക്കറിയാം A - B ഇൻറ്റു A പ്ലസ് B ആണ് എന്നുള്ളത്. ആൻഡ് ആ വാല്യൂസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഡയറക്ട്ലി നമ്മൾ അതേ വാല്യൂസിനെ തന്നെ പിക്ക് ചെയ്യുവാണെങ്കിൽ A - B എന്ന് പറയുന്നത് 8ഉം അതുപോലെ തന്നെ A പ്ലസ് B എന്ന് പറയുന്നത് നമുക്ക് 20 ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് 2 × 8 16ഉം ആൻഡ് 0യും 160 എന്ന് നമുക്ക് ആൻസർ വരും. സോ ഓപ്ഷൻ A 160 ആണ് ആൻസർ. സോ എയും ബിയും സെപ്പറേറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം അതിൽ നിന്ന് A² B² കണ്ടുപിടിച്ച് അതിനെ മൈനസ് ചെയ്യുന്ന ആ ഒരു സമയത്തിൻ്റെക്കാളും വളരെ കുറച്ച് ഫ്രാക്ഷൻ ഓഫ് ടൈം മതി നമുക്ക് ഇതിന്റെ ക്വസ്റ്റിനെ ഇങ്ങനെ വളരെ പെട്ടെന്ന് നോക്കി അപ്രോച്ച് ചെയ്യാൻ വേണ്ടി. സോ ഐ ഹോപ്പ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ എങ്ങനെ ക്വസ്റ്റ്യൻസിനെ നമുക്ക് വളരെ ഡിഫറെന്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് അപ്രോച്ച് ചെയ്യാം എന്നുള്ളത് കൂടിയാണ് നമ്മൾ ഈ സെഷൻസിൽ നോക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. അടുത്തൊരു ആവറേജിന്റെ ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ദി ആവറേജ് ഏജ് ഓഫ് ദി സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് വാസ് 15 years എന്ന് പറഞ്ഞിട്ടുണ്ട്. വെൻ 5 new students whose average age was 12 years 6 months were admitted, the average age of the class got reduced by 6 months. ഫൈൻഡ് ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ദി ക്ലാസ് ഒറിജിനലി. നമുക്ക് അവിടെ പറയുന്നത് ഒരു ക്ലാസ്സിൽ എത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ട് എന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷെ ആ സ്റ്റുഡൻസ് ഇപ്പോൾ ഒരു 8 സ്റ്റുഡൻസ് ആണുള്ളെങ്കിൽ അവരുടെ ആവറേജ് എന്ന് പറയുന്നത് 15 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കൂടാതെ പിന്നെ ഒരു 5 ന്യൂ മെമ്പേഴ്സ് വരുന്നുണ്ട്. അവരുടെ ആവറേജ് എന്ന് പറയുന്നത് നമുക്ക് 12 years and 6 months എന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് അതിനെ 12.5 എന്നൊരു രീതിയിൽ നമുക്ക് എടുക്കാം. ആൻഡ് മൊത്തം ആവറേജ്, ഇതിന്റെ കംപ്ലീറ്റ് ആവറേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 6 months റെഡ്യൂസ് ആവുന്നുണ്ട് ഈ 5 പേര് കൂടി വരുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 15 നിന്ന് നമുക്ക് 15 ഇയേഴ്സിൽ നിന്ന് 6 months റെഡ്യൂസ് ആവുകയാണെങ്കിൽ നമുക്ക് അതിനെ 14.5 years എന്ന് എടുക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ആവറേജ് ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിന്റെ ആവറേജിന്റെ റിലേഷൻ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒറിജിനലി എത്ര സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു, ലൈക്ക് എക്സ് എത്ര ആണ് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ റിലേഷൻ പോലെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് 15x, അപ്പോൾ ആദ്യത്തെ സ്റ്റുഡൻസിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 15 ആണ് ആവറേജ്, എക്സ് ആണ് സ്റ്റുഡൻസ്. അങ്ങനെയാണെങ്കിൽ 15 × x എടുക്കുമ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടും. പ്ലസ് അടുത്ത പിന്നെ വന്ന ന്യൂ സ്റ്റുഡൻസിന്റെ ആ ഒരു ടോട്ടൽ എടുക്കുമ്പോൾ 5 × നമുക്ക് 12.5 എന്ന് ചെയ്യുമ്പോൾ അവിടെ ടോട്ടൽ കിട്ടും. ആൻഡ് ആവറേജ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ടോട്ടൽ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ആദ്യം ഉണ്ടായിരുന്ന എക്സും പിന്നെ വന്ന 5 പേരും കൂടി, സോ x + 5 എന്ന് വരും. ആൻഡ് ഇപ്പോഴത്തെ പുതിയ ആവറേജ് എന്ന് പറയുന്ന 14.5 എന്ന് വരും. സോ നമുക്ക് ഈ റിലേഷൻ ഒന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ ഈ എക്സിന്റെ വാല്യൂ കിട്ടും. ആൻഡ് ആ എക്സിന്റെ വാല്യൂ ആയിരിക്കും നമ്മുടെ ആൻസർ. സോ വളരെ പെട്ടെന്ന് നമുക്ക് അതൊന്ന് സോൾവ് ചെയ്യാം. 15x + 5 × 12 നമുക്ക് 60 എന്ന് വരും. ആൻഡ് 5 × 0.5 നമുക്ക് 2.5 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ 62.5 എന്ന് വരും. ഈക്വൽ ടു നമുക്ക് ഇവിടുന്ന് 14.5 × x എന്ന് പറയുന്നത് 14.5x പ്ലസ് 5 × 14 70, 5 × 0.5 2.5 എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ടും കൂടി ഒരുമിച്ച് എടുക്കുമ്പോൾ 72.5 എന്ന് വരും. അപ്പോൾ നമുക്ക് എങ്ങനെ സൈഡിൽ പോയി റഫ് വർക്ക് ചെയ്യാതെ കൂടി ചെയ്യാം എന്നുള്ളത് കൂടിയാണ് നമ്മൾ നോക്കി പോകുന്നത്. നമ്മുടെ കാൽക്കുലേഷൻ കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് ഇതിനെ ഫെർദർ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് 15x - 14.5x എന്ന് പറയുന്നത്
5h എന്ന് വരും. ആൻഡ് ഇവിടെ നിന്ന് നമുക്ക് ഈ 62.5 ഇപ്പുറത്ത് വന്ന് 72.5ൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 10 എന്ന് വരും. ആൻഡ് 0.5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതെന്ന് പറഞ്ഞാൽ എത്രയാണ് 1/2 കൂടിയാണ്. സോ ആ താഴത്തെ 2 ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ 20 എന്നായിരിക്കും കിട്ടുന്നത്. സോ ഇവിടെ ഒറിജിനലി നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 20 സ്റ്റുഡൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ. 20 ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ? സോ ഒരു 2 to 3 ലൈൻസ് നമുക്ക് ഇതിന്റെ ആൻസേഴ്സ് ഡെഫിനറ്റ്ലി കിട്ടുന്നതായിരിക്കും. നമ്മുടെ കാൽക്കുലേഷൻസ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, റഫ് വർക്ക് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അടുത്ത ക്വസ്റ്റിനിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത ക്വസ്റ്റിനിൽ ഒരു മെൻസുറേഷന്റെ ക്വസ്റ്റൻ ആണ്. നമുക്ക് റെക്ടാംഗിളിന്റെ ഏരിയയെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ പറയുന്നത് ദ ഏരിയ ഓഫ് എ റെക്ടാംഗുലർ ഫീൽഡ് ഈസ് 460 മീറ്റർ സ്ക്വയർ. ഇഫ് ദ ലെങ്ത് ഈസ് 15% മോർ ദാൻ ദി ബ്രെത്ത്, വാട്ട് ഇസ് ദ ബ്രെത്ത് ഓഫ് ദി റെക്ടാംഗുലർ ഫീൽഡ് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഒരു റെക്ടാംഗിളുടെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെത്ത് ആണ് റെക്ടാംഗിളുടെ ഏരിയ. അങ്ങനെയാണെങ്കിൽ ആ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. അതെന്ന് പറയുന്നതാണ് 460 മീറ്റർ സ്ക്വയർ. ഇനി നമുക്കവിടെ പറയുന്നത് നമ്മുടെ ബ്രെത്തിനേക്കാളും ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് ഒരു 15% കൂടുതലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലെന്തിനെ ഇപ്പൊ നമ്മുടെ ബ്രെത്ത് എന്ന് പറയുന്നത് നമുക്ക് എച്ച് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ലെന്തിനെ അല്ലെങ്കിൽ 1h എന്നുള്ള രീതിയിൽ നമുക്ക് ബ്രെത്തിനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ലെന്തിനെ എങ്ങനെ എടുക്കാം? 15% കൂടുതൽ എന്ന് പറയുമ്പോൾ 1.5h എന്ന് എടുക്കാം. അപ്പൊ ഇത് h ആണെങ്കിൽ അല്ലെങ്കിൽ ഇത് 1 ആണെങ്കിൽ ഇത് 1.15 ടൈംസ് ആയിരിക്കും. 15% കൂടുതലാണ്. ആൻഡ് ഇതെന്ന് പറഞ്ഞാണ് നമുക്ക് എന്തും തന്നിരിക്കുന്നത് 460 എന്ന് നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്യുമ്പോൾ തന്നെ എച്ചിന്റെ വാല്യൂ കിട്ടും. എച്ചിന്റെ വാല്യൂ തന്നെയാണ് നമ്മുടെ ബ്രെത്ത് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതൊന്ന് സോൾവ് ചെയ്യാം. സോ അത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കതിനെ ഒരു 1.15നെ നമുക്ക് ബൈ 100 എന്നൊരു ആംഗിളിൽ നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എച്ച് ഇൻറ്റു എച്ച് സ്ക്വയർ എന്നും 1.15നെ നമ്മൾ 115 ബൈ 100 എന്നും നമ്മളൊന്ന് എടുക്കുകയാണ്. ഈക്വൽ ടു നമുക്ക് അവിടെ 460 ഉണ്ട്. സോ ഇതിനെ ഒന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഇതിനെ 23 ടൈംസും ഇത് നമുക്ക് 5 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 20 ടൈംസ് എന്ന് വരും. 23യും 46ഉം നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ 2 ടൈംസ് എന്ന് വരും. സോ ഇവിടുന്ന് ഈ 20യും ഇവിടുന്ന് ഈ ഒരു 20യും വരുന്നുണ്ട്. സോ ഇവിടുന്ന് ഒരു 2ഉം പിന്നെ ഈ ഒരു 0 കൂടി വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എച്ച് സ്ക്വയർ എന്ന് പറഞ്ഞാണ് നമുക്ക് ഈ 20 × 20 എന്ന് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ എച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്ക് ജസ്റ്റ് 20 ആയിരിക്കും എച്ച് എന്ന് പറയുന്നത്. സോ നമ്മുടെ ബ്രെത്ത് ഓഫ് ദി ഗിവൺ റെക്ടാംഗുലർ ഫീൽഡ് എന്ന് പറയുന്നത് 20 മീറ്റേഴ്സ് ആണ് നമ്മുടെ ആൻസർ. സോ ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ ഓപ്ഷൻ ബി 20 മീറ്റേഴ്സ് ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. സോ അഗൈൻ ഒരു 2 ലൈൻ ഓഫ് കാൽക്കുലേഷനിൽ നമുക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഇഫ് ദി സം ഓഫ് എ നമ്പർ ആൻഡ് ഇറ്റ് സ്ക്വയർ ഈസ് 182, ഫൈൻഡ് ദ പോസിറ്റീവ് വാല്യൂ ഓഫ് ദി നമ്പർ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ പറയുന്നത് ഏതൊരു നമ്പറും അതിന്റെ സ്ക്വയർ കൂടി എടുത്ത് സം ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ആൻസർ ആണ് 182 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പോലെ എടുത്ത് സോൾവ് ചെയ്യാം. പക്ഷെ കുറച്ച് അധികം പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓപ്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട് അപ്രോച്ച് ചെയ്യുക എന്നുള്ളത്. ഓപ്ഷനിൽ നമുക്ക് ഉള്ള വാല്യൂസിൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് സ്ക്വയർ എടുക്കാൻ അറിയാവുന്ന ഒരു വാല്യൂ എടുക്കുകയാണെങ്കിൽ അത് 15 ആണ്. സോ 15 എടുത്തു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ആംഗിളിൽ പറയുവാണെങ്കിൽ 15ഉം 15ന്റെ സ്ക്വയർ കൂടി ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടേണ്ടത്? ആ പറഞ്ഞിരിക്കുന്ന വാല്യൂ കിട്ടേണ്ടത്. നമുക്കറിയാം 15ന്റെ സ്ക്വയർ മാത്രം എത്രയാണ്? 225 ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കത്തില്ല? 15 ആയിരിക്കത്തില്ല. 15ന് മുകളിലോട്ടുള്ള ഒരു ആൻസേഴ്സും വരത്തില്ല. ബിക്കോസ് നമുക്കിവിടെ 15ന്റെ സ്ക്വയർ മാത്രം 225 ആണ്. നമുക്കിവിടെ സ്ക്വയറും ആ നമ്പറോട് പ്ലസ് ചെയ്യുമ്പോൾ എത്ര വരാവും? 182 വരാവും. അങ്ങനെയാണെങ്കിൽ 28 നമുക്ക് ഓപ്ഷനിൽ നിന്ന് വരത്തില്ല, 26 ഓപ്ഷനിൽ നിന്ന് വരത്തില്ല, 15 അല്ല. പിന്നെയുള്ള ഒരേ ഒരു ഓപ്ഷൻ ഏതാണ്? 13 ആണ്. ആൻഡ് ഫൈനലി നമ്മുടെ 5th ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോകാം. അവിടെ പറഞ്ഞിരിക്കുന്നത് എ ട്രേഡർ മാർക്ക് ഹിസ് ഗുഡ്സ് അറ്റ് 30% അബവ് ദി കോസ്റ്റ് പ്രൈസ്. ഒരു ട്രേഡർ ഒരു 100 രൂപയ്ക്ക് ഒരു വാങ്ങിച്ച ഐറ്റത്തിനെ 30% വില കൂട്ടി മാർക്ക് ചെയ്യുവാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അവിടെ 100 റുപ്പീസിനാണ് വാങ്ങിച്ചെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മളവിടെ ബേസ് 100 എടുത്ത് ചെയ്തു പോവാണ് ഫോർമുല എടുക്കുന്നതിന് പകരം. അങ്ങനെയാണെങ്കിൽ 100 റുപ്പീസിന്റെ വാങ്ങിച്ച സാധനത്തിന്റെ വില 30% കൂട്ടി മാർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് 100ന്റെ 30% എന്ന് പറയുമ്പോൾ എത്ര വരും? 30 എന്ന് വരും. സോ അങ്ങനെയാണെങ്കിൽ 100 + 30 നമുക്ക് 130 എന്ന് വരും. സോ 130 എന്ന് പറയുന്നതാണ് നമ്മുടെ മാർക്ക്ഡ് പ്രൈസ്. ഇനി നമുക്കവിടെ പറയുന്നത് ആൻഡ് അലൗസ് എ ഡിസ്കൗണ്ട് ഓഫ് 20%. ഇനി ഈ MRPയുടെ മേളിലാണ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. ആൻഡ് കൊടുക്കുന്ന ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 20% ഡിസ്കൗണ്ട് ആണ് കൊടുക്കുന്നത്. 20% വില കുറയുവാണ്. അതാണെങ്കിൽ 130യുടെ 20% എന്ന് പറയുമ്പോൾ 130യുടെ 10% 13, 20% എന്ന് പറയുമ്പോൾ 13ന്റെ ഡബിൾ 26 ആണ്. ഡിസ്കൗണ്ട് ആയതുകൊണ്ട് നമ്മളിവിടെ വില അവിടെ നമ്മൾ ആ റേറ്റ് കുറയ്ക്കുന്നു. അങ്ങനെയാണെങ്കിൽ 130 നിന്ന് 26 കുറച്ചാൽ നമുക്ക് 104 എന്ന് വരും. അതാണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ക്വസ്റ്റിൽ ചോദിച്ചിരിക്കുന്ന എന്ത് ഗെയിൻ ആണ് ഇവിടുന്ന് സംഭവിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലിയർലി കാണാം നമ്മൾ ബേസ് ആയിട്ട് 100 എടുത്തേക്കുവാണ്. അപ്പോൾ നമ്മൾ 100 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം ഈ ഒരു പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വിൽക്കുന്നത് 104 രൂപയ്ക്കാണ് എന്ന് പറഞ്ഞാൽ നമുക്കവിടെ 4% പ്രോഫിറ്റ് ആണ് നമുക്ക് അവിടെ നിന്ന് ജനറേറ്റ് ആകുന്നത് ഫൈനലി.
സോ ഓപ്ഷൻസിലേക്ക് വരുമ്പം ഓപ്ഷൻ സി 4% ആണ് നമ്മുടെ ആൻസർ. സോ നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്തത് റെയിൽവേയുടെ RPFന്റെ എക്സാംസിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഇനി വരാതിരിക്കുന്ന സമയം നമ്മൾ റെയിൽവേയുടെ റിമൈനിങ് എക്സാംസിന്റെയും ബാക്കി RPFന് തന്നെ ബാക്കിയുള്ള ഷിഫ്റ്റുകളുടെയും അതുപോലെ തന്നെ NTPC, ALP പോലത്തെ എല്ലാ എക്സാംസിന്റെയും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ റെയിൽവേയുടെ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുക, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. സോ പുതിയ വീഡിയോസ് വരുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടി ഡെഫിനറ്റ്ലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കുക, വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നല്ലപോലെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുക. സോ വരുന്ന സെഷനിൽ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു.